നല്ല അടിപൊളി ബീഫ് ബിരിയാണി എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ റീലാക്കി ഇടുന്നതുകൊണ്ട് ഈ ബീഫ് ബിരിയാണി എനിക്ക് ഇങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും. കാരണം ഇപ്പോൾ അടുത്തൊരു സിനിമ എൻ്റെ സെൻസറിന് പോയപ്പം ബീഫ് ബിരിയാണി കഴിക്കുന്ന വീഡിയോ അല്ല ആ ഒരു സീന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ സെൻസർഷിപ്പ് കിട്ടുമെന്ന് പറഞ്ഞു. റീൽസ് ഇടുന്നതിന് സെൻസർഷിപ്പിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് മാത്രം നമുക്കിങ്ങനെ നല്ല ബീഫ് ബിരിയാണിയൊക്കെ ഇങ്ങനെ കുറച്ചിട്ട് ഇങ്ങനെ കഴിക്കാൻ പറ്റും. ആദ്യം കുറ്റം പറയുന്നതല്ല, ഒരു ജനാധിപത്യ രാജ്യത്ത് എന്ത് കഴിക്കണം, എന്ത് ചിത്രീകരിക്കണം, എന്ത് പാടില്ല എന്ന് തീരുമാനിക്കുന്ന ഒരു ഫാസിസ്റ്റ് ഭരണകൂടവും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റവും ഉണ്ടാക്കി വെച്ചിട്ട് ഇതിന് ബീഫ് ബിരിയാണി കഴിച്ചിട്ടെങ്കിലും നമ്മൾ എന്താക്കണം, പ്രതിഷേധിക്കണം. ഇത് പിന്നെ പ്രതിഷേധത്തിന് വേണ്ടി കഴിക്കുന്നതല്ല, ബിരിയാണി ഫ്രം നൊസ്റ്റാൾജിയ. എന്താ കാലത്തും ഉണ്ടാക്കുന്ന ബിരിയാണി ഇപ്പോഴും അതേ ടേസ്റ്റ്. ഇനി എവിടെ എന്തൊക്കെ ബിരിയാണി വന്നു കഴിഞ്ഞാലും വീട്ടിൽ വെക്കുന്ന ബിരിയാണിയും എല്ലാം വേറൊരു സാധനത്തിലും പറ്റില്ല.